പാച്ചി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പണ്ടുകാലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു മുട്ട ഫ്രൈ ആണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെന്ന് നോക്കാം. ഇതിലേക്ക് 2 സ്പൂൺ തേങ്ങ, ഒരു 5-6 ചെറിയ ഉള്ളി, കുരുമുളക്, കരിയാപ്പില, ആവശ്യമായ ഉപ്പ്, പിന്നീട് മുട്ട. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇനി ഈ അരപ്പും ഈ മുട്ടയും കൂടി മിക്സ് ചെയ്യണം. ഈ അരപ്പും മുട്ടയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുഴിയുള്ള ഒരു അപ്പച്ചട്ടി പോലെയുള്ള പാത്രം അടുപ്പിൽ വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. അതിന് ശേഷം ആ എണ്ണ ഒന്ന് ചുറ്റിച്ച് അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1 മിനിറ്റ് നല്ല തീയിലും പിന്നീട് ചെറിയ തീയിലും വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കണം. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പം ഇതിൽ മുട്ട എന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അത് പല്ലേ സാവകാശം പൊടിഞ്ഞു പോകാതെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം ഇതെന്തോന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. തീ ഓഫ് ചെയ്ത് ഇതെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തതിനകം ഇതെങ്ങനെ ഇരിക്കുന്നെന്ന് നോക്കാം. വൈകുന്നേരം നല്ല കട്ടൻ ചായയുടെ കൂടെ ചൂടോടെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് കറിയില്ലാത്തപ്പോൾ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.